നാലാമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റ്സിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ. സജസ്റ്റ് എ യൂണിവേഴ്സൽ സെറ്റ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നിലധികം സെറ്റ്സിൻ്റെ ഒന്നിലധികമോ സെറ്റ്സിൻ്റെ ഒക്കെ സൂപ്പർ സെറ്റായി വരുന്ന സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് യുണീക്കല്ല, നമുക്ക് ഒന്നിലധികം യൂണിവേഴ്സൽ സെറ്റ് ഒരു സിറ്റുവേഷനിൽ പറയുകയും ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. സെക്കൻഡ് വൺ, ദ സെറ്റ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. സജസ്റ്റ് എ യൂണിവേഴ്സൽ സെറ്റ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഉദ്ദേശിച്ചത് ഓരോന്നിനും ആ അർത്ഥത്തിലായിരിക്കില്ല, രണ്ടിനും കൂടി. കാരണം നമ്മൾ ഒന്നിലധികം സെറ്റ്സിനാണല്ലോ യൂണിവേഴ്സൽ സെറ്റ് സാധാരണ പറയാറ്. എന്തായാലും ഒന്നാമത്തതിൽ മട്ടത്രികോണങ്ങൾ അല്ലേ, ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണുള്ളത്. സെക്കൻഡിൽ ദ സെറ്റ് ഓഫ് ഐസോസിലസ്. ഓക്കെ, ഐസോസിലസ് മീൻസ് ടു സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള സെറ്റ്സും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന സെറ്റ് ഏതാ? എല്ലാ ട്രയാങ്കിൾസിൻ്റെ സെറ്റ് എടുത്താൽ പോരെ? ഒരു പ്ലെയിനിൽ വരക്കാൻ പറ്റുന്ന എല്ലാ ട്രയാങ്കിൾസിൻ്റെ സെറ്റ് എടുത്താൽ ഇതിൻ്റെയൊക്കെ സൂപ്പർ സെറ്റായിട്ട് വരും. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഈസ് ദ universal or is a universal set for both 1 and 2. Fifth question, let A equal to set 1, 3, 5 and B equal to set of all x such that x is an odd natural number less than 6. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ആൻസർ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 ഒറ്റ സംഖ്യകളാണ്. രണ്ടാമത്തെ സെറ്റ് 6 കുറവായിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 6 കുറവായിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? അതും 1, 3, 5 അല്ലേ? 1, 3, 5. B 1, 3, 5. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ ബിയുടെ സബ്സെറ്റ് ആണോ എന്നാ? എങ്ങനെയാണ് നമ്മളൊരു സെറ്റ് മാറ്റുന്നൊരു സബ്സെറ്റ് ആണോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തെ സെറ്റിലെ എലമെൻറ്റ്സ് ഒക്കെ രണ്ടാമത്തതിൽ വേണം. ഇതാ ഒന്നാമത്തെ സെറ്റിലെ എലമെൻറ്റ്സ് 1, 3, 5 രണ്ടാമത്തതിലുണ്ട്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ആൻഡ് വൈസ് വേഴ്സ മീൻസ് തിരിച്ചു ശരിയാണെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ബി സബ്സെറ്റ് ഓഫ് എയും ആണ്. ഇതാ ബിയിൽ എലമെൻറ്റ്സ് ഒക്കെ എയിലുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്, വൈസ് വേഴ്സ. എന്തായാലും രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഈസ് എ ഈക്വൽ ടു ബി എന്നാണ്. ഇപ്പോൾ രണ്ട് സെറ്റ്സ് ഈക്വൽ ആവണമെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബിയും ആവണം, ബി സബ്സെറ്റ് ഓഫ് എയും ആവണം. ഇവിടെ എ സബ്സെറ്റ് ഓഫ് ബിയും ആണ്, ബി സബ്സെറ്റ് ഓഫ് എയും ആണ്. അതുകൊണ്ട് തന്നെ എ ഈക്വൽ ടു ബി ആണ്. ഇനി അല്ലെങ്കിൽ നേരിട്ടും പറയാം എ ഈക്വൽ ടു ബി ആണോ. ഇതാ എയിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, രണ്ട് സെറ്റ്സ് ഈക്വൽ ആവണമെങ്കിൽ രണ്ടിലും ഒരേ എലമെൻറ്റ്സ് ആയിരിക്കണം. ഇത് ഒരേ എലമെൻറ്റ്സ് ആണ്. ഇവിടെ എ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ വിശദീകരണം കാണേണ്ടതും എഴുതേണ്ടതൊക്കെ. ആദ്യം ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേബിളുണ്ട്. അത് ഒന്നാമത്തെ കോളത്തിൽ 4 കോളംസ്, ഒന്നാമത്തെ കോളത്തിൽ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. രണ്ടാമത്തതിൽ കാർഡിനാലിറ്റി. എന്നാൽ നമുക്കറിയാം ഒരു സെറ്റിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ് അതിൻ്റെ കാർഡിനാലിറ്റി. മൂന്നാമത്തെ കോളത്തിൽ ആ സെറ്റിൻ്റെ ഒന്നാമത്തെ കോളത്തിലുള്ള സെറ്റ്സിൻ്റെ സബ്സെറ്റ്സ് ആണ് എഴുതേണ്ടത്. ലാസ്റ്റ് കോളത്തിൽ സബ്സെറ്റ്സിൻ്റെ എണ്ണം എന്നാണ് അവിടെ എണ്ണീറ്റ്. അപ്പോൾ അതിനൊരു ജനറൽ ഫോർമുല ഡിറൈവ് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കാം. ഇവിടെ സെറ്റ് 5. ഓക്കെ, അത് നിങ്ങൾ ഇതിലുള്ള തന്ന എലമെൻറ്റ്സ് ഒന്ന് എഴുതിയെടുക്കണം. അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, ആൻസർ. അപ്പോൾ സെറ്റ് 5 എന്ന് പറയുന്നത് 5 എന്നുള്ള സിമ്പൽ എലമെൻ്റ് ആയിട്ടുള്ള സെറ്റാണ്. സെറ്റ് 5 എന്ന് പറയുന്നത് നൾ സെറ്റ് അല്ലേ. 5 എന്നുള്ള സിമ്പൽ ഒരു ചിഹ്നമാണല്ലോ 5. ആ ചിഹ്നം മെമ്പറായിട്ടുള്ള സെറ്റാണ് സെറ്റ് 5. എന്നാൽ അതിൽ ഒരു മെമ്പറുണ്ട്, കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഒന്നാണിത്, 5 എന്നുള്ള ചിഹ്നമാണ്. അപ്പോൾ അതിൻ്റെ സബ്സെറ്റ്സ് ഇതൊക്കെയാണ്. നമുക്കറിയാം ഒരു സെറ്റ് 5യുടെ ഒരു സബ്സെറ്റ് 5 നൾ സെറ്റാണ്. നൾ സെറ്റ് എല്ലാ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഒന്ന് നൾ സെറ്റ്. രണ്ടാമത്തെ സെറ്റോ ഇതാ ആ മെമ്പർ എലമെൻ്റ് ആയിട്ടുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് 5. അപ്പോൾ അതിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് ഇതാ 1, 2 രണ്ടെണ്ണം. അത് 2 അത് 1 എഴുതി. ഇനി 5 നൾ സെറ്റ് നമുക്കറിയാം ഒരു എലമെൻസും ഇല്ല. അപ്പോൾ അതിൻ്റെ കാർഡിനാലിറ്റി 0. എന്ന് ഉദ്ദേശിച്ചത് 0 ആയിട്ടുള്ള മെമ്പർ എന്നല്ലേ, തെറ്റിദ്ധരിക്കരുത്. 0 എന്ന് ഉദ്ദേശിച്ചാൽ അതിൽ മെമ്പേഴ്സ് ഇല്ല, നമ്പർ ഓഫ് എലമെൻറ്റ്സ് 0 ആണ്. സബ്സെറ്റ്സോ 5യുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൾ സെറ്റ് എല്ലാത്തിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ നൾ സെറ്റ്. ഇനി ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്, അതും ഇവിടെ നൾ സെറ്റ് തന്നെയാണ്. അപ്പോൾ ഒറ്റ സബ്സെറ്റേ ഉള്ളൂ. അതിന് നമുക്ക് 2 എന്ന് എഴുതാം. ഇനി സെറ്റ് 2, സെറ്റ് 5 വരെ സെറ്റ് 2 എന്ന് വിചാരിച്ചാൽ മതി. അതിലൊരു മെമ്പറാണുള്ളത്, സെയിം ഒന്നാമത്തെ പോലെ തന്നെ. അതിൽ 5ഉം സെറ്റ് 2 ആണ്. ഓക്കെ, സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് 2 ആണ്. അത് 2 ആണ്. ഓക്കെ,
ഇനി നാലാമത്തതിൽ ഇവിടെ നോക്കണേ നിങ്ങൾ, ഇവിടെ എന്തൊക്കെയാണ് തന്നതെന്ന്. ഇവിടെ സെറ്റ്സ് തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നാലാമത്തതിൽ സെറ്റ് എ ബി, അപ്പോൾ അതിൻ്റെ കാർഡിനാലിറ്റി 2 ആണ്. ഇത് 2 എലമെൻറ്റ്സ്. അതിൻ്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? ഫൈനൽ സെറ്റ്, ഒരു എലമെൻ്റുള്ള സെറ്റ്സ്, അത് സെറ്റ് എ സെറ്റ് ബി, പിന്നെ 2 എലമെൻറ്റ് വരുന്ന സെറ്റ് എ ബിയും. അങ്ങനെ ആകെ 4 സബ്സെറ്റ്സ് ആണുള്ളത്. അതിനെ നമുക്ക് 2⁻2 എന്ന് എഴുതാം. 2ൻ്റെ പവറൊക്കെ ചെയ്താൽ അപ്പോൾ ഇവിടെ വരുന്ന നമ്പേഴ്സൊക്കെ 2ൻ്റെ പവേഴ്സാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി 3 എലമെൻറ്റ്സ് ഉള്ള സെറ്റ് എടുത്തു, അത് എന്നാൽ കാർഡിനാലിറ്റി 3. അപ്പോൾ അതിൻ്റെ സബ്സെറ്റ്സ് എഴുതാം. ഇത് നേരത്തെ നമ്മൾ എഴുതിയതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അത് എണ്ണിയാൽ 8 എണ്ണം ഉണ്ട്, അത് 2⁻3 ആണ്. അപ്പോൾ നമുക്കിതാ കുറച്ച് ചെയ്ത എക്സാമ്പിൾ ഇതാ 0 ആവുമ്പോൾ 2⁻0, 1 ആവുമ്പോൾ 2⁻1, 2 ആവുമ്പോൾ 2⁻2, 3 ആവുമ്പോൾ 2⁻3. അങ്ങനെയാണെങ്കിൽ 4 എലമെൻറ്റ്സ് വരുമ്പോൾ നമുക്ക് സെറ്റ് എഴുതാതെ അതിൻ്റെ സബ്സെറ്റ്സ് എഴുതാതെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് പറഞ്ഞൂടെ? അപ്പോൾ 4 എലമെൻറ്റ്സ് വരുമ്പോൾ അതിൻ്റെ സബ്സെറ്റ്സിൻ്റെ എണ്ണം വരിക 2⁻4 ആണ്. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ n ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്കിൽ n ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്കിൽ സബ്സെറ്റ്സിൻ്റെ എണ്ണം 2⁻n. അത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്, അതാണ് ഇവിടെ കൊടുത്തത് റിമാർക്കായിട്ട്. ഇഫ് എ സെറ്റ് കണ്ടെയ്ൻസ് n elements then the number of subsets is 2⁻n. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പല സ്ഥലത്തും ആവശ്യം വരും, ഈവൻ സെക്കൻഡ് ഇയറിലും ആവശ്യം വരും. ഓക്കെ, ഇപ്പോൾ ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2⁻n ആണ്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിലൊരു പ്രോപ്പർ സബ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഒരു എലമെൻറ്റെങ്കിലും കുറവുള്ള സബ്സെറ്റിനാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്, പക്ഷേ ഒരു സെറ്റ് അതിൻ്റെ തന്നെ പ്രോപ്പർ സബ്സെറ്റ് അല്ല. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എണ്ണാണെങ്കിൽ അല്ലെ പ്രോപ്പർ സബ്സെറ്റ്സ് ആണെങ്കിൽ ഇതായി. ഇപ്പോൾ സെറ്റ് 1 2 3ൻ്റെ കേസിൽ സെറ്റ് 1 2 3 ഉണ്ടാവില്ല, അപ്പോൾ എണ്ണം 7 ആണ്, ഒന്ന് കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ജനറലായിട്ട് n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2⁻n -1 ഉള്ളത് താഴെയാണ്, എന്നിൻ്റെ കൂടെ അല്ല, എന്ന് പറഞ്ഞാൽ 2⁻n കൂടെ ഒന്ന് കുറവായിരിക്കും. ഇപ്പോൾ 4 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് ഉള്ള പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2⁻4 -1 എന്നാൽ 16 -1 15 ആയിരിക്കും. ഓക്കെ, ഇനി ഇതേ കാര്യം n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് 2⁻n സബ്സെറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറയാം. എ ഒരു സെറ്റാണ് എങ്കിൽ അതിൻ്റെ പവർ സെറ്റിനാണ് P of A എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ P of Aയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാർഡിനാലിറ്റി അതിനെ n of P of A എന്ന് എഴുതാം. n of P of A ഈക്വൽ ടു 2⁻2 നമ്പർ ഓഫ് എ, എയിലെ നമ്പർ ആയിരിക്കും, അതാണല്ലോ n. ഓക്കെ, ഈ പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ.